പൊട്ടൻഷ്യൽ എനർജീൻ്റെത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർമുല. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിഫോം ഫോഴ്സ് ഫീൽഡിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ mg ആണ്. ഫ്രീ ഫോൾ താഴോട്ട് വീഴുന്ന ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. വെർട്ടിക്കലി അപ്പ് മൂവിങ് ഇൻ എ യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വെർട്ടിക്കലി അപ്പ് ആയിട്ട് പോകുന്നൊരു പാർട്ടിക്കിളാണ്. അപ്പം -mg ആണ്. k വെക്ടർ ആണ് വെർട്ടിക്കൽ കാണിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ. സോ യൂണിഫോം ഫോഴ്സും കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ui minus uf is equal to integral ri to rf f dot dr. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. വെർട്ടിക്കലി അപ്പാണ്, അപ്പോൾ അതിൽ എന്ത് ആക്സിസ് മാത്രമേ ഉണ്ടാവുള്ളൂ, സെഡ് ആക്സിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെഡ് ആണ് ഹൈറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ഫോമുല കിട്ടും. mg സെഡ് എഫ് മൈനസ് സെഡ് ഐ എന്നല്ല. ഇനി ഗ്രൗണ്ട് ലെവൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല, സീറോ അല്ലേ, ഹൈറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഫോമുല കിട്ടും, mgh എന്നുള്ളൊരു ഫോമുല കിട്ടും, h ഹൈറ്റ് ആണെങ്കിൽ. ഇനി ടോട്ടൽ കൺസർവേഷൻ ഓഫ് എനർജിയിൽ നമ്മൾ ഇത് കൊടുക്കാം. ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇനീഷ്യലി റെസ്റ്റ് ആണെങ്കിൽ എന്തുണ്ടാവില്ല, കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mg(z0) എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമുല യൂസ് ചെയ്ത് അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഹാഫ് ഇൻറ്റു mv² പ്ലസ് mgz എന്ന് പറഞ്ഞാൽ mgz0 ആണ്. അത് നമ്മൾ v² കണ്ടുപിടിക്കാൻ പറ്റും. v² എന്ന് പറഞ്ഞാൽ 2g × √z0 മൈനസ് z ആണ്, 2gh ആണ്. അതായത് v is equal to √2gh. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രീ ഫോളിൽ വെലോസിറ്റീൻ്റെത് √2gh. ഓക്കെ, ഫോമുല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അനദർ മെത്തേഡാണ്. ഒരു വെലോസിറ്റിയിൽ ഇപ്പോൾ ഒരു വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് പോവാന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. ഇനീഷ്യൽ വെലോസിറ്റി v0 എന്ന് പറഞ്ഞൊരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി ആഫ്റ്റർ മോഷനിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഒരു ഈസി മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു പ്രോബ്ലം ആണ്. അതായത് v0 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ നമ്മൾ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഈസി മെത്തേഡ് പറയാണ്. അതിൽ നമ്മൾ ടോട്ടൽ കൺസർവേഷൻ പ്രകാരം ടോട്ടൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്ലസ് ഇനീഷ്യൽ ആണ്. ഓക്കെ, ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനീഷ്യൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ ടോട്ടൽ എനർജിയാണ്. ഇവിടെ എന്തില്ല, ഇനീഷ്യലി ഹൈറ്റ് ഇല്ല, നമുക്ക് 0 ആയിട്ട് എടുത്തു. ഇവിടെ ഇതൊരു വേറെ കേസ് തന്നെയാണ്, ഒരു കേസാണ്. അതായത് v0 ഇനീഷ്യൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനൊരു ഈസി മെത്തേഡാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ v എന്ന് പറഞ്ഞാൽ √v0² മൈനസ് 2gh എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെ ഈസി ട്രാക്ക് ചെയ്യാൻ പറ്റിയ എന്തുകൊണ്ടാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്തിട്ടാണ് ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഇനി ഇതിൽ പറയാനുള്ളത് നെക്സ്റ്റ് കാര്യം എന്താ വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ്. ഒരുപാട് കേസുകൾ നോക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഫോർമുലയിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ് എന്താ കിട്ടുകയാണ്. അതായത് ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട് എന്ത്, k/r² × r². ഈ ഫോഴ്സ് തന്നാൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഇനീഷ്യൽ മൈനസ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് dr ആണ്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ തന്ന ഫോഴ്സ് ഇവിടെ എന്ത് ചെയ്യാം, കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ri to rf k കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. r.r 1 ആയി. 1/r² dr ചെയ്യുമ്പോൾ മൈനസ് ഓഫ് 1/r വരും. ഇനീഷ്യൽ മൈനസ് ഫൈനൽ എന്ന് പറഞ്ഞാൽ k പുറത്തേക്ക് എടുക്കുക, rf മൈനസ് ri ഈ ഒരു ഫോർമുലയിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ടേംസിനൊക്കെ ഒരുമിച്ചാക്കിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് u എന്ന് പറഞ്ഞാൽ k/r rf പ്ലസ് ui മൈനസ് k/ri അല്ലേ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ടേം ഒരു കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ k/r പ്ലസ് a. കോൺസ്റ്റന്റിനെ പറ്റി ബോധർ ചെയ്യേണ്ട, ഇനീഷ്യലി ഇത് കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കും. നമുക്ക് എന്ത് കിട്ടും, k/r കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി k/r ആണെങ്കിൽ ഫോഴ്സ് എന്താ കിട്ടിയത്, k/r² × r³ ആണ് കിട്ടിയത്. ഇവിടെ തന്നെ നോക്കിയാൽ ഈ പൊട്ടൻഷ്യലും ഫോഴ്സും തമ്മിൽ എന്താ റിലേഷൻ നമുക്ക് മനസ്സിലാവും അല്ലേ. അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ
ഫോഴ്സ് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യലിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. ഇതിന് നെഗറ്റീവ് ഡെറിവേറ്റീവ് എടുത്താൽ എന്താ വരിക? മൈനസ് ഓഫ് ഡോ യു ബൈ ഡോ ആർ എടുത്താൽ എന്താ വരിക? മൈനസ് ഓഫ് കെ ബൈ ആർ സ്ക്വയർ എ ആണ് വരിക. മൈനസ് മൈനസ് ക്യാൻസൽ ആയി. അപ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ കെ ബൈ ആർ സ്ക്വയറിന്റെ ആർ ക്യാപ്പ് വരും അല്ലേ? അതെന്താണ്? ഫോഴ്സ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് പറയാന്ന് വെച്ചാല്, എന്താണ് ഫോഴ്സിനെ പറ്റി പൊട്ടൻഷ്യൽ എനർജി പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫോർമുല നമുക്ക് ആകെ അറിയുന്ന ഒരു ഫോർമുല. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക. ഡെറിവേറ്റീവ് ആകുമ്പോൾ സ്മോൾ ചേഞ്ച് ആണല്ലോ. ഡി യു എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ച് ആണ്. ഡി എഫ് മൈനസ് ഇനീഷ്യൽ മൈനസ് ഫൈനൽ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. അപ്പോൾ എന്തെടുക്കുക വെച്ചാൽ എക്സ്2 എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് പൊസിഷൻ എടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഡി എക്സിലല്ലേ, അപ്പൊ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് വരും. എന്നിട്ട് എക്സ് എക്സ് ക്യാൻസൽ ചെയ്ത് പോയാൽ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ചേഞ്ച്, വെരി സ്മോൾ ചേഞ്ച്. ഓക്കെ, അതിനോടാണ് ഞാൻ ഡെൽറ്റ എക്സ് യൂസ് ചെയ്തത്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ഓഫ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ്. ഇത് ഒരു ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ വൺ വേരിയബിളിനാണ് ഈ ഡെൽറ്റ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? ഡി ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സ്. ഞാൻ അവിടെ ഒരു എക്സാമ്പിൾ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോഴ്സ് ഇതിന് ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഡെറിവേറ്റീവ് എടുത്ത് നെഗറ്റീവ് എടുത്താൽ ഫോഴ്സ് കിട്ടും. ഇതിന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം, മൈനസ് ഓഫ് കെ ബൈ ആർ സ്ക്വയറിന്റെ ആർ ക്യാപ്പ് വരും. അപ്പം മൈനസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താവും? കെ ബൈ ആർ. സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് മൈനസ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് ആണ് നമുക്ക് കിട്ടും.